ഹലോ ഫൈറ്റേഴ്സ്, ഹിന്ദു അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മളുടെ പുതിയ രീതിയിലുള്ള ഹിന്ദു അനാലിസിസ് ഏറെ പ്രയോജനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ധാരാളം വിദ്യാർത്ഥികൾ വിളിക്കുന്നു. ചിലർ പറഞ്ഞു അവര് ഹിന്ദു വായിക്കുമ്പോൾ 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ ഒക്കെ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാം വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഏതാണ്ട് 45 മിനിറ്റിനകത്ത് ഹിന്ദു പത്രം ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്ന പരിപാടിയാണ്. മാത്രമല്ല ജനറൽ സ്റ്റഡീസ് 1 to 4 മെയിൻ പെർസ്പെക്റ്റീവിലും, അതുപോലെ തന്നെ ന്യൂസ് അനാലിസിസ്, എഡിറ്റോറിയൽ അനാലിസിസ്, ഒപ്പം പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആദ്യത്തെ പേജിൽ, ഹിന്ദുവിലെ ആദ്യത്തെ പേജിലുള്ള വാർത്തയിലേക്ക് നമ്മൾ കിടക്കുന്നു. സ്റ്റേറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ വാക്സിൻ ഷോർട്ട് ഫോൾ സേസ് ഗവൺമെന്റ് അഡ്വൈസർ. നമുക്കറിയാം, ഇന്ത്യയിൽ വാക്സിൻ ഷോർട്ടേജ് ഒരുപക്ഷെ ഭീതിതമായ അവസ്ഥയിലൂടെ പോവുകയാണ്. വാക്സിൻ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അവിടെ VK പോൾ, അദ്ദേഹം ഡീസെൻട്രലൈസ്ഡ് വാക്സിനേഷൻ പ്രോസസ് ഓൺ ഇൻസിസ്റ്റന്റ് റിക്വസ്റ്റ് ബൈ സ്റ്റേറ്റ്സ്, VK പോൾ, അദ്ദേഹം ഹെൽത്ത് അഡ്വൈസറാണ്, ചെയർമാനാണ് നാഷണൽ എംപവേർഡ് ഗ്രൂപ്പ് ഓൺ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹം പറഞ്ഞു, സ്റ്റേറ്റ് ഹാഡ് coerced the center to expanding the availability of vaccines despite of being aware of being inadequately prepared. അപ്പോ അദ്ദേഹം മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്, ഫ്രം January to April was the well administrated but was not up to the mark in May. ജാനുവരി മുതൽ ഏപ്രിൽ വരെ വളരെ നല്ല രീതിയിൽ വാക്സിനേഷൻ പ്രോസസ്സ് പോയിരുന്നു, എന്നാൽ മെയിൽ അത്ര മികച്ച രീതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. The center did all the heavy lifting, which included funding, vaccine manufacturers accelerating approvals, ramping up production. ഇത് കൂട്ടാനൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സെന്റർ ചെയ്തു എന്നാണ് VK പോൾ പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ്സ് പലപ്പോഴും വാക്സിൻസ് വേസ്റ്റ് ആക്കി എന്നുള്ള ഒരു പ്രശ്നങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് മിനിസ്ട്രി പറഞ്ഞത് വാക്സിൻ വേസ്റ്റേജ് വാസ് ഹൈ ഇൻ സം സ്റ്റേറ്റ്സ്, മെനി സ്റ്റേറ്റ്സ് സച്ച് ആസ് ജാർഖണ്ഡ് 37%, ഛത്തീസ്ഗഡ് 30%, തമിഴ്നാട് 15%, ജമ്മു 10%. അപ്പോൾ സെൻട്രൽ പറയുന്ന ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പറയുന്നത്. ഒരു പരിധിവരെ അത് വാസ്തവവുമുണ്ട്. നമുക്കറിയാം, 60 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് ആദ്യം വാക്സിൻ കൊടുത്ത സമയത്ത് പലപ്പോഴും ഇത് എവിടെയാണ് കിട്ടുന്നത്, എവിടെയൊക്കെ അവൈലബിലിറ്റി ഉണ്ട്, ഈ കാര്യങ്ങളൊന്നും അറിയാനുള്ള ഒരു സംവിധാനം നമുക്ക് റിയൽ ടൈം സംവിധാനങ്ങളില്ലായിരുന്നു. ഇപ്പോഴും ആ ഒരു, ഇപ്പോൾ ചില പ്രൈവറ്റ് കമ്പനികൾ മറ്റുമൊക്കെ നമുക്ക് വാക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്പപ്പോൾ തരുന്നു. മറ്റൊരു വാർത്ത, ട്വിറ്റർ ഡിഫെയിമിംഗ് ഇന്ത്യ, ഡിഫൈയിങ് ലോസ് സേസ് ഗവൺമെന്റ്. ട്വിറ്റർ ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്നു, നിയമങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ഇന്റിമിഡേഷൻ ടാക്ടിക്സ് ആണ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. അപ്പോൾ കൺസേൺസ് ഒരു ഇന്റിമിഡേഷൻ ടാക്ടിക്സ് ബൈ ദി ഡൽഹി പോലീസ് ആൻഡ് പൊട്ടൻഷ്യൽ ത്രെറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇൻ ഇന്ത്യ. അപ്പോ അവർ പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് പറയുന്ന ട്വിറ്റർ പലപ്പോഴും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പുതിയ ആക്ടിൽ ഭേദഗതി വന്നിട്ടുണ്ട്. പുതിയ റൂൾസ് പ്രകാരം അത് ഗവൺമെന്റ് മോണിറ്ററിംഗിൽ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമാണ്. ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അപ്പോ US ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഫേം അവരുടെ ഒരു കൺസേൺ മുൻപോട്ടേക്ക് വെച്ചു. Recent events regarding its employees in India and said plans to advocate changes in core elements of the new IT rules that inhibit free and open public conversation. പുതിയ IT റൂള് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള കാര്യങ്ങൾ
ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ട്വിറ്റർ ആരോപിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇത് ഇന്ന് നമ്മുടെ അനാലിസിസിൽ വിശദമായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ GST മീറ്റിംഗ് നടന്നു. അപ്പോൾ റിലീഫ് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് വാക്സിൻസ്, അതിന്റെ സ്പീഡി പേ ഔട്ട് ഓഫ് ദെയർ കോമ്പൻസേഷൻ സ്റ്റേറ്റ്സ് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ്. GST റിജീം ഉണ്ടായിരുന്ന 5-year വിൻഡോ 2022 അവസാനിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് അലോക്കേറ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത്. "12-year-old moves court for vaccinating children" എന്നുള്ള മറ്റൊരു വാർത്ത നമ്മളിവിടെ കാണും. കുട്ടികളെ വാക്സിനേറ്റ് ചെയ്യാണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് കിട്ടണം. 12 മുതൽ 17 വയസ്സുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും അവർക്ക് സ്കൂളിലും മറ്റൊന്നും പോകാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ലോക്കൽ പേജാണ് എങ്കിൽ പോലും അത് ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. പാൻഡമിക് ടേക്സ് എ ടോൾ ഓൺ മെന്റൽ ഹെൽത്ത് എന്നുള്ള ഒരു വാർത്ത നമ്മൾ ഇവിടെ കാണുന്നു. നമ്മൾ പത്രം വായിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ അനാലിസിസിലേക്ക് പോകുന്നത്. അപ്പൊ നോക്കൂ, ഈ കാലഘട്ടത്തിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എക്സ്റ്റെൻഡഡ് ഐസൊലേഷൻ, ലോസ് ഓഫ് ലവ്ഡ് വൺസ്, കോൺസ്റ്റന്റ് ആങ്സൈറ്റി, അത് മെന്റൽ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നു പലരുടെയും. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും വാൺ ചെയ്തിരിക്കുന്നു, മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കുഡ് ബി ദ നെക്സ്റ്റ് പാൻഡമിക് ആഫ്റ്റർ COVID-19 ഫെയ്ഡ്സ് അവേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ആളുകൾ പലർക്കും പേടിയുണ്ട്, അവർക്ക് ഇൻഫെക്റ്റ് ചെയ്യുമോ അല്ലെ ഫാമിലി മെമ്പറെ നഷ്ടപ്പെടുമോ. ഇതൊക്കെ തന്നെ അവരിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ലൈവ്ലിഹുഡ് നഷ്ടമുള്ളവരുണ്ട്, ബിസിനസ് ജോബ് ഒക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോ ഇവരിലെല്ലാം തന്നെ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. A chief executive officer of a multinational company in Gurgaon, one of my clients, suffered loss of appetite and developed insomnia, fearing that he might lose his job. He is doing well at work, but you tend to think illogically when you are anxious. അപ്പോൾ അത് ചെറുതും വലുതുമായിട്ടുള്ള ആളുകളെ അവർക്ക് ജോലി നഷ്ടപ്പെടുമോ, ഉറക്കമില്ലായ്മയും വിശപ്പില്ലായ്മയും അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടുവാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഹെൽപ്പ് ലൈൻസും മറ്റുമൊക്കെ ആരംഭിക്കുന്നു. രണ്ട് മാസത്തിനിടയ്ക്ക് പോസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞു ഡൽഹിയിൽ. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. Intake body for cremation in e-rickshaw. കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഒരു ആംബുലൻസ് വിളിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു e-റിക്ഷയിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സിങ്ങിൽ നിന്നൊക്കെ നിങ്ങൾക്കറിയാം. മിഡിൽ ക്ലാസ്സിലായിട്ടുള്ള ആളുകൾക്ക് പോലും അവരുടെ അന്ത്യയാത്ര ഒരു ശരിയായ രീതിയിൽ നടത്തുവാൻ സാധിക്കുന്നു. അദ്ദേഹം ശാസ്ത്രി പാർക്കിലെ പ്രസിഡന്റാണ്. ന്യൂറോളജിക്കൽ ട്രീറ്റ്മെന്റ് മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു. 2 ബ്രദേഴ്സ് ഉണ്ട്, കിഷൻ 80, ബൽറാം 48. അവർ രണ്ടുപേരും സ്ട്രീറ്റ് വെൻഡേഴ്സ് ആണ്. പവന്റെ വൈഫ് ലക്ഷ്മി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു, അവർക്കും ജോലിയില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്.
നോർത്ത് ഈസ്റ്റ് വാർത്തകളിലേക്ക് പോകാം. 6.5 lakhs evacuated people to be screened for COVID in Orissa. ഒറീസയിൽ ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്, ക്യാമ്പുകളിലേക്ക് മറ്റും പോയ ആളുകൾ. അവരില് കോവിഡ് സ്ക്രീനിങ് നടത്തും എന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ കാണുന്നത്. പഞ്ചാബ് റെസ്ട്രിക്ഷൻ ജൂൺ 10 വരെ നീട്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം നമ്മൾ ഓരോ ഏരിയയിൽ കാണുന്നു. ഇന്റർഫെയ്ത്ത് കപ്പിൾ, 2 വ്യത്യസ്ത മതങ്ങളിൽ വിവാഹം ചെയ്തവർ, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ഹൈക്കോടതി മീററ്റ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അവർക്ക് ഭീഷണിയുണ്ട്. ഇത് കണക്കിലെടുത്താണ് വന്നിട്ടുള്ളത്. ഗേൾ, എ മുസ്ലിം, സബ്മിറ്റഡ് in court that she married a Hindu man according to her free will and adopted a Hindu name. They married according to Hindu rites on April 16. ആര്യ സമാജ് മന്ദിറിലാണ് വിവാഹം ചെയ്തത്. നമുക്കുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് അടക്കാം. ലക്ഷദ്വീപ് കളക്ടർ എസ് അസ്കർ അലി, അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസിനെ എറണാകുളത്ത് നേരിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് റീഫോംസ് ഐലൻഡേഴ്സിന് ബെനിഫിഷ്യൽ ആകും എന്നുള്ളതാണ്. ഈ വാർത്ത നമ്മൾ ഇന്നിപ്പോ അനലൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡീറ്റെയിൽഡ് അനാലിസിസിൽ ഇത് വരുന്നുണ്ട്. റീഫോംസ് ലക്ഷദ്വീപിൽ വന്നത് പലപ്പോഴും ഐലൻഡേഴ്സിന് ഗുണകരമാകും. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള സങ്കുചിത ചിന്താഗതിക്കാരാണ് പലപ്പോഴും അഡ്മിനിസ്ട്രേഷനെ എതിരെ സംസാരിക്കുന്നതെന്നാണ് കളക്ടർ സംസാരിച്ചിരിക്കുന്നത്. കാരണം ഐലൻഡിന് വലിയ ടൂറിസം പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ ഫിഷറീസ്, അഗ്രികൾച്ചർ സെക്ടേഴ്സ്, ഇവിടെയൊക്കെ വലിയ പോസിബിലിറ്റീസ്. അത് protests do not reflect the sentiments of the residents of the islands. അദ്ദേഹം media personsനോട് പറയും. On the decision to remove beef from the noon meal scheme and to ban slaughtering, he said a policy decision had been taken in this regard. Fish and eggs were healthier for children. അപ്പൊ അതുകൊണ്ടാണ് ബീഫ് ഈ ഉച്ചഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. Moreover, fish was readily available in the islands and it would help local fishermen sell their catch. അപ്പോൾ പ്രാദേശിക എക്കോണമിയെയും അത് സുസ്ഥിരപ്പെടുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാഴ്ചപ്പാട്. കാരണം അവിടെയുള്ള ഫിഷർമാന്റെ കയ്യിൽ നിന്ന് തന്നെ മീൻ വാങ്ങിക്കാൻ പറ്റും. Prohibition was in vague in the isles. Australia said administration could exempt resorts and other properties which were given license to serve liquor within the premises during a specific time span. അവിടെ ഈ പറഞ്ഞ പോലെ റിസോർട്ടുകളിൽ ഒക്കെയാണ് ഈ മദ്യം ഉപയോഗിക്കുവാനുള്ള അനുമതി വന്നിരിക്കുന്നത്. അത് ടൂറിസ്റ്റുകൾക്കാണ്, ഐലൻഡേഴ്സിന് വിൽക്കാൻ വേണ്ടിയിട്ടല്ല എന്നും അദ്ദേഹം പറയുന്നു. Potential right violations if the Prevention of Anti-Social Activities Act, like the one permitting to preventive detention without trial for a specific period. അതെന്തിനാണ് ഈ പീസ്ഫുൾ ഐലൻഡ്സിൽ നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, റീസെന്റ് അവിടെ 40ഓളം മയക്കുമരുന്ന് കേസുകൾ ഉണ്ടായി. നമ്മളിത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ കൂടുതലായിട്ട് പോകുന്നില്ല. മേക്കഡേറ്റ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. കർണാടക നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഡിസിഷനെ ചലഞ്ച് ചെയ്തിരിക്കും. എന്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ സദേൺ സോൺ, അവര് ഒരു ജോയിന്റ് കമ്മിറ്റി ടു ലുക്ക് ഇൻ ടു ദ അലിഗേഷൻസ് ഓഫ് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ടേക്കിംഗ് പ്ലേസ് അറ്റ് മേക്കഡേറ്റ്. അപ്പൊ സ്റ്റേറ്റ് അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഒപ്പം ചീഫ് സെക്രട്ടറി പി രവികുമാർ, അഡ്വക്കേറ്റ് ജനറൽ, ഒപ്പം സീനിയർ ഒഫീഷ്യൽസ് ഓഫ് ദ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവര് മീഡിയ പേഴ്സൺസിനോട് പറഞ്ഞത് NGT അവരുടെ ഓർഡർ റീകോൾ ചെയ്യണം എന്ന് പറഞ്ഞ് അവർ കോടതിയെ സമീപിക്കും എന്നാണ് പറഞ്ഞത്.
എഡിറ്റോറിയൽ നമ്മൾ ഇന്ന് വിശദമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇൻകോർപ്പറേറ്റിംഗ് ലിമിറ്റ്സ് എന്നുള്ള എഡിറ്റോറിയൽ, പ്രത്യേകിച്ച് എഡിറ്റോറിയലിൽ നിന്ന് ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ചും പ്രൊപ്പോസ്ഡ് ഹെയ്റ്റ് സ്പീച്ച് പ്രൊവിഷൻസിനെ കുറിച്ചും അത് അത് ക്ലിയർ ആയിരിക്കണം ആൻഡ് ഫ്രീ ഓഫ് വേഗ്നെസ്, ക്ലാരിറ്റി ഇല്ലായ്മ അതിലുണ്ടാവരുത് എന്നുമാണ് ഹിന്ദു സൂചിപ്പിക്കുന്നത്. സ്പീച്ച് ഈസ് ഫ്രീ ബട്ട് ഇറ്റ്സ് ഫ്രീഡം ദാറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ഈ എഡിറ്റോറിയൽ നമ്മൾ വിശദമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ ആഴത്തിൽ നമ്മളുടെ ചർച്ചകളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി സീൻ ആസ് എക്സ്പ്രഷൻ ദാറ്റ് ടെൻഡ്സ് നോട്ട് ടു ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് ഓർ ഇൻസൈറ്റ് ഹേറ്റ്രഡ് ടുവേർഡ്സ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ റേസ്, ജെൻഡർ, കാസ്റ്റ്, റിലീജിയസ് ബിലീഫ്സ്. ഇങ്ങനെയൊക്കെയുള്ള ഹെയ്റ്റ് സ്പീച്ച് ഇപ്പൊ വർദ്ധിച്ചു വരികയാണ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ. അപ്പൊ അതിനെ കർബ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി ഇത്തരത്തിലുള്ള ലോ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ അനാലിസിസിൽ ഈ എഡിറ്റോറിയൽ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു. ഒപ്പം വെതറിംഗ് സ്റ്റോംസ് എന്നുള്ള മറ്റൊരു എഡിറ്റോറിയൽ അത് നമ്മൾ ചർച്ച ചെയ്യുന്നു. സൈക്ലോൺസ് ആർ ഇന്നെവിറ്റബിൾ ബട്ട് കമ്മ്യൂണിറ്റീസ് നീഡ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഫോർ റിക്കവറി. എന്ന് വെച്ചാൽ എന്താണ്, ഇന്ത്യയുടെ ഒരു കപ്പാസിറ്റി പലപ്പോഴും മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ഷോക്സ് ഈസ് ബീയിങ് ടെസ്റ്റഡ്. എ വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം യാസ് സ്ട്രൈക്കിംഗ് ഒറീസ. യാസ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഒറീസ തീരത്ത് ആഞ്ഞടിച്ചു. തൗക്കേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കുമാണ് യാസ് വന്നത്. ടൊർണാഡോസും റെയിനും ഒക്കെ പലപ്പോഴും ഒറീസ തീരത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. മാസ് എവാക്യുവേഷൻ നടക്കാറുണ്ട് എല്ലാ വർഷവും. അതും 6 ലക്ഷം 15 ലക്ഷത്തോളം ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്രമാത്രം ഇത് ഒരുങ്ങുന്നു അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് എഡിറ്റോറിയലാണ് നമ്മളിത് വിശദമായിട്ട് ഇപ്പോൾ എഡിറ്റോറിയൽ പേജിൽ നമ്മൾ ചർച്ച ചെയ്യും. മറ്റൊരു ചെറിയ വാർത്ത, ഇത് എപ്പോഴും ഉള്ളതാണ്, വലതുവശത്തായിട്ട് എഡിറ്റോറിയൽ പേജിൽ വാക്സിൻ ഹെസിറ്റൻസിയെ കുറിച്ചുള്ള പല ആളുകളും വാക്സിൻ എടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ അത് അവരെ മാത്രമല്ല ബാധിക്കുന്നു, മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നു. അപ്പൊ അതിന് കൃത്യമായ ഒരു ഹെർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വരണമെന്നുണ്ട്. എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടണം, ക്ലാരിറ്റി ഉണ്ടാവണം. ഒരു കൃത്യമായ മെസ്സേജ് ആണ് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചർച്ച ചെയ്തത്. വാക്സിൻ ഷോർട്ട് ഫോൾസിന് സ്റ്റേറ്റ്സ് ആണ് കാരണമെന്നാണ് ഡോക്ടർ പോളി പറഞ്ഞത്. ഇത്തരം കാലഘട്ടത്തിൽ പലപ്പോഴും സെന്ററിനെ കുറ്റം പറയുന്നു. വേറെ നമ്മൾ എന്തുമാത്രം ഡോസസ് നമ്മൾ വേസ്റ്റ് ചെയ്തു എന്നുള്ളതും ചർച്ചയാവേണ്ട ഒരു വിഷയം. ലക്ഷദ്വീപിലെ പുതിയ നിയമങ്ങൾ പിൻവലിക്കണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഡൊമിനിക്കയായിട്ട് ചോപ്സ്കിയെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരും. അദ്ദേഹം ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ച ആളാണ്. സംസാരം നടക്കുന്നു, ചർച്ചകൾ നടക്കുന്നു. Yet to receive draft regulation government. ക്യാബിനറ്റിന് മിനിസ്ട്രി ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ അയക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഇപ്പൊ ചർച്ച ചെയ്യും. സൈക്ലോൺ ധാരാളം ഡാമേജ് ബംഗാളിൽ നടത്തി. 15,000 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഡാമേജ് ഡിസ്കസ് ചെയ്യണം എന്ന് മമതാ ബാനർജി പ്രൈം മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനോട് കംപ്ലൈൻസ് റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കും. ഒരു ഇന്റർമീഡിയറീസ് എല്ലാം തന്നെ ഒരു ഉദ്യോഗസ്ഥനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രിക്സിന്റെ മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ജൂൺ 1-ാം തീയതി ആരംഭിക്കുകയാണ്. ബ്രിക്സിൽ ആരൊക്കെയാണുള്ളത്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ചൈന, സൗത്ത് ആഫ്രിക്ക,
തുടങ്ങിയ രാജ്യങ്ങൾ ബ്രിക്സിന്റെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമീസ് ഇതിന്റെ ഭാഗമാണ്, ബ്രിക്സിന്റെ ഭാഗമാണ്. അപ്പോൾ അടുത്ത മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ജൂൺ 1-ാം തീയതി നടക്കാൻ പോകുന്നു. ലാസ്റ്റ് വന്നതാണ് ബ്രിക് ആയിരുന്നു, ബ്രിക്സായി മാറി. സൗത്ത് ആഫ്രിക്കയും കൂടി കടന്നു വന്നപ്പോൾ. അപ്പോൾ ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ഒരു ജോയിന്റ് പ്രപ്പോസൽ ഉണ്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത കാര്യമാണ്. ഈ കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതുപോലെ അവർ മറ്റു രാജ്യങ്ങളിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുവാൻ തയ്യാറാകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഫൈസർ വാക്സിൻ സപ്ലൈ വീണ്ടും ജൂലൈയിൽ ആരംഭിക്കും. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് contest health ministry's figures cite errors on portal. Wastage of vaccine. ഏകദേശം 1.84 കോടി വാക്സിൻ ആണ് are still available with the states and union territories to be administered. 11 lakh doses were in the pipeline and to be received by them within the next 3 days. ഇപ്പൊ സ്റ്റേറ്റ്സ് കിട്ടുന്ന വാക്സിനുകൾ കൃത്യമായിട്ട് നൽകുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വാക്സിൻ മാനേജ്മെന്റിൽ വലിയ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു അലിഗേഷനാണ് സെൻട്രൽ ഗവൺമെന്റ് ഉന്നയിച്ചിരിക്കുന്നത്. നീതി ആയോഗിലെ ഹെൽത്തിന്റെ മെമ്പറായിട്ടുള്ള ഡോക്ടർ വി കെ പോളാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. വേൾഡ് കാൺ ബി പാർട്ട് വാക്സിനേറ്റഡ് ആൻഡ് പാർട്ട് നെഗ്ലക്റ്റഡ്, ജയശങ്കർ പറഞ്ഞത്. ലോകം പകുതി വാക്സിനേറ്റഡും പകുതി വാക്സിനേറ്റഡ് അല്ലാതെ ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യണം, ആരെയും അവഗണിക്കാൻ പാടില്ല. ഈ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം US അഡ്മിനിസ്ട്രേഷനിലും എല്ലാം തന്നെ മുൻപോട്ടേക്ക് വെക്കുന്നത്. നമ്മുടെ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേസാണ്. 1.81 ലക്ഷം കേസസ് വന്നിരിക്കുന്നു. വലിയ ഒരു പുതിയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ബിഡൻ അദ്ദേഹം വൈറസ് ഒറിജിൻസിൽ ഒരു പ്രോബ് ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രസിഡന്റ് tells the US Intel community to redouble their efforts to determine if there was a lab accident. ചൈന ബൈഡന്റെ സ്റ്റേറ്റ്മെന്റിനെ സ്ലാം ചെയ്തിരിക്കുന്നു. US president announced Wednesday that he has asked American intelligence agencies to redouble their efforts to analyze the origins of COVID-19 to determine whether it emerged from human-animal conflict or via laboratory accident. With this, Mr. Biden adds significantly to the growing pressure on China to be more open about the origins of SARS-CoV-2 virus. നമുക്കറിയാം, ചൈന അതിശക്തമായിട്ട് ഇതിനെക്കുറിച്ചുള്ള അവരുടെ നീക്കങ്ങൾ ഒട്ടും തന്നെ ഒരു സുതാര്യമായിരുന്നില്ല. അപ്പോൾ അവരിതിനെ കുറിച്ച് കാര്യങ്ങൾ പറയണം, അവിടെ ആക്സിഡന്റ് ഉണ്ടായോ ഇത് പറയണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയോട് ബൈഡൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ചൈന ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. പറഞ്ഞു, ജോ ബൈഡൻ ഒരു ട്രാൻസ്പെറന്റ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ലബോറട്ടറി ഒറിജിൻസ് അക്യൂസിംഗ് വാഷിംഗ്ടൺ ഓഫ് ടേണിംഗ് എ ബ്ലൈൻഡ് ഐ ടു ദ ഫാക്ട്സ് എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. ചൈന ലാബ് ലീക്ക് ഹൈപ്പോത്തിസിസ് joint WHO study team report clearly states that a laboratory origin of the pandemic was considered to be extremely unlikely. WHO ടീമും ചൈനയുടെ ടീമും ജോയിന്റ്ലി നടത്തിയിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ലബോറട്ടറി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. എന്താണ് എങ്കിലും അമേരിക്ക അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിന് വളരെ ഗുണകരമാണ്. കിം ജോങ് ഉൻ നോർത്ത് കൊറിയയിലെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ആന്റി സോഷ്യലിസ്റ്റ് എലമെന്റ്സിനെ എല്ലാം രാജ്യത്ത് നിന്ന് പുറത്താക്കും. സ്പോർട്സ് പേജാണ്, നമുക്ക് കാര്യമായ വാർത്തകളില്ല. നമ്മൾ അനാലിസിസിലേക്ക് കിടക്കുകയാണ്. ഡീറ്റെയിൽഡ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പുതിയ പദ്ധതിയാണ്, അബ്സല്യൂട്ടിന്റെ പുതിയ
പദ്ധതിയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് കടക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കേസസിന്റെ ഇന്ന് ഉള്ള ഈ ഒരു ഇന്നത്തെ വാർത്തകളുടെ പ്രധാനപ്പെട്ട അനാലിസിസിലേക്ക്, ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമ്മളിപ്പോൾ പോകുന്നു. ഹിന്ദു പത്രത്തിലെ ഇന്നത്തെ വാർത്തകൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. പേജ് 5 ഉള്ള ഒരു വാർത്തയായിരുന്നു, റീഫോംസ് വിൽ ബെനിഫിറ്റ് ഐലൻഡേഴ്സ്. കളക്ടറുടെ ഒരു വാദഗതിയാണ്. പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ വരുന്ന ഒരു വിഷയമാണ് ജനറൽ സ്റ്റഡീസ് 2. അപ്പോൾ റീഫോംസ് ഐലൻഡേഴ്സിന് ഗുണകരമാണ്. അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം അവർ പറയുന്ന ഒരു കാര്യം, ഐലൻഡിൽ ഒരുപാട് ഡെവലപ്മെന്റ് പോസിബിലിറ്റീസ്, ഫിഷറീസ്, ടൂറിസം, അഗ്രികൾച്ചർ, ഈ 3 സെക്ടറുകൾ അവിടെ വികസിക്കണം. ഡെസിഷൻ ടു റിമൂവ് ബീഫ് ഫ്രം ദ നോൺ മീൽ സ്കീം ആൻഡ് ടു ബാൻ സ്ലോട്ടറിംഗ്, അതൊരു പോളിസി ഡിസിഷനാണ്. കാരണം ഫിഷും എഗ്സുമാണ് കുട്ടികൾക്ക് കൂടുതൽ ഹെൽത്തിയർ. ഫിഷ് വാസ് റെഡിലി അവൈലബിൾ ഇൻ ദ ഐലൻഡ്സ് ആൻഡ് ഇറ്റ് വുഡ് ഹെൽപ്പ് ലോക്കൽ ഫിഷർമാൻ സെൽ ദെയർ ക്യാച്ച്. അപ്പോൾ അത് ഫിഷ് അവിടെ അവൈലബിൾ ആണ് എന്നുള്ളൊരു വാദഗതിയും കൂടി വെക്കുന്നു. വോക്ക് പ്രൊഹിബിഷൻ, അഡ്മിനിസ്ട്രേഷൻ കുഡ് എക്സെംപ്റ്റ് resorts and other properties which were given license to serve liquor within their premises during the specified time span. ഈ ലിക്കർ ബാൻ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലിക്കർ അനുവദിച്ചിരിക്കുന്ന റിസോർട്ടുകളിലാണ്. അത് ജനങ്ങൾക്ക്, ഐലൻഡേഴ്സിന് ഇത് വിതരണം ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാര്യം ഇവർ പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാട്, മാൽദീവ്സ് ലക്ഷദ്വീപിനോട് സമാനമായ സാഹചര്യമുള്ള സ്ഥലമാണ്. അവിടെ വലിയ തോതിലുള്ള ടൂറിസം വികസനം നടക്കുന്നു. എന്നാൽ ലക്ഷദ്വീപിൽ ടൂറിസം കാര്യമായി വികസനം പ്രാപിച്ചിട്ടില്ല. വലിയ പൊട്ടൻഷ്യലാണ്, രാജ്യാന്തര തലത്തിൽ വലിയ പൊട്ടൻഷ്യലാണ് ലക്ഷദ്വീപിനുള്ളത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് വരുന്നുണ്ട്. അതിനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവിടെ നാർക്കോട്ടിക് കേസസ്, മയക്കുമരുന്ന് കേസസ്, ഇല്ലീഗൽ ട്രേഡ് ആൻഡ് പോസ്കോ വിച്ച് വെയർ ഇൻക്രീസിങ്, 40ഓളം കേസസ് ഉണ്ടെന്നാണ് കളക്ടർ പറഞ്ഞത്. അപ്പോ അവിടെയുള്ള ആളുകൾ കേസൊന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞ വാദഗതി തെറ്റാണ് എന്നാണ് ഈ കളക്ടറുടെ വാദം സൂചിപ്പിക്കുന്നത്. ടൂറിസം ഇൻഫ്ര, ലക്ഷദ്വീപ് മാൽദീവ്സിന്റെ അതേ ജിയോഗ്രഫിക്കൽ പെക്യൂരിയാരിറ്റീസ് ഉള്ള സ്ഥലമാണ്. പക്ഷെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോ നീതി ആയോഗിന്റെ ഒരു കാഴ്ചപ്പാടാണ്, അവിടെ 3 ഐലൻഡ്സ്, 36ഓളം ഐലൻഡ്സ് അവിടെയുണ്ട്. അതിൽ 3 ഐലൻഡ്സിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് വരും. കേരള അസംബ്ലി എന്ത് ചെയ്തു? ലക്ഷദ്വീപിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പൊ ഒരു സ്ട്രോങ് സെന്റിമെന്റ് കേരളത്തിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ബേസിക്കലി അവരെല്ലാം തന്നെ മലയാളികളാണ്, കേരളത്തിന്റെ ഭാഗമാണ്, നമ്മളോടൊപ്പം ചേരുന്നവരാണ്, നമ്മുടെ സഹോദരന്മാരാണ്. ലാൻഡ് നോംസ് ഇൻ ലക്ഷദ്വീപ്, ലേറ്റസ്റ്റ് ഡ്രാഫ്റ്റ് ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ, അവിടെ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അത് ആളുകളിൽ വലിയൊരു ഭയം ഉളവാക്കുന്നു. ഈ റെഗുലേഷൻ അഡ്മിനിസ്ട്രേറ്ററുടെ പവർ കൂട്ടും, ആളുകളെ റീലൊക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുന്നു, ടൗൺ പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട്. ആളുകൾ ഭയക്കുന്ന, അവർക്ക് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി അവരിലുണ്ട്. പ്രിവെൻഷൻ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് ജാനുവരിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പ്രകാരം ഒരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്യാൻ പറ്റും, പബ്ലിക് ഡിസ്ക്ലോഷർ കൂടാതെ 1 വർഷം വരെ കരുതൽ തടങ്കലിൽ വെക്കാം. ഡ്രാഫ്റ്റ് പഞ്ചായത്ത് നോട്ടിഫിക്കേഷൻ ആണ് മറ്റൊരു കൺസേൺ ആയിരിക്കുന്നത്. അവിടെ 2-ലധികം കുട്ടികളുള്ളവരെ പഞ്ചായത്തിൽ മത്സരിക്കുന്നതിൽ നിന്നും അവര് എക്സംപ്റ്റ് ചെയ്യുന്നു. അപ്പോ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? It empowers the government identified as the administrator to constitute planning and development authorities under it to plan development of any area identified as having bad layout or obsolete development. Authority form ചെയ്തിട്ട് അതിനൊരു ബോഡി കോർപ്പറേറ്റ് വിത്ത് ഗവൺമെന്റ് അപ്പോയിന്റഡ് ചെയർ, ടൗൺ പ്ലാനിംഗ് ഓഫീസർ ഉണ്ടാവും, 3 എക്സ്പേർട്ട് ഗവൺമെന്റ് നോമിനീസ് ഉണ്ടാവും. ഈ അതോറിറ്റീസ് എന്ത് ചെയ്യും? ലാൻഡ് യൂസ് മാപ്സ്, ക്യാരി ഔട്ട്സ്
സൊണേഷൻ ഫോർ ടൈപ്പ് ഓഫ് ലാൻഡ് യൂസ്, അതെങ്ങനെ വേണമെന്നൊക്കെയുള്ള ഇവരാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് നാഷണൽ ഹൈവേസ്, ആർട്ടീരിയൽ റോഡ്സ്, റിംഗ് റോഡ്സ്, മേജർ സ്ട്രീറ്റ്, റെയിൽവേസ്, ട്രാംസ്, എയർപോർട്ട്സ്, തിയേറ്റേഴ്സ്, മ്യൂസിയംസ്, ഇതെല്ലാം ഈ അതോറിറ്റി തീരുമാനിക്കും. കണ്ടോൺമെന്റ് ഏരിയാസ് ആണ് നോർമലി ഇതിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ട് മാറുന്നത്. ലോക്കൽ കൺസേൺ എന്താണ്? 10ഓളം ഇൻഹാബിറ്റഡ് ഐലൻഡ്സ് അവിടെയുണ്ട്. ഈ 2 മാസത്തെ ലോക്ക്ഡൌണിന് ശേഷം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അവര് പബ്ലിക്കിന്റെ ഇനബിലിറ്റി ഈ ഒരു ആർബിട്രറി ലെജിസ്ലേഷൻ കൊണ്ടുവരുന്നതിന് ഉപയോഗിച്ചു. കാരണം ഇപ്പൊ സമരങ്ങളൊന്നും പറ്റത്തില്ല. Locals say that these regulations are out of sync with the socio-political and environmental requirement. അവിടുത്തെ സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ല ഇത് എന്നാണ് ലോക്കലായിട്ടുള്ള ആളുകൾ പറയുന്നത്. അവരില് പലരും പറയുന്ന ഒരു കാര്യം അവിടെ റിയൽ എസ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോ സ്മോൾ ഹോൾഡിങ്സ് ഓഫ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ഐലൻഡേഴ്സ് അത് ഏറ്റെടുത്തിട്ട് റിസോർട്ടുകളും മറ്റുമൊക്കെ പണിയാനുള്ള ഒരു സാഹചര്യം. മാത്രമല്ല ഫോഴ്സിബിൾ എവിക്ഷൻ അവര് ഭയക്കുന്നുണ്ട്. അൺചെക്ഡ് പവർ ടു ഗവൺ, അതൊരു വലിയൊരു പ്രശ്നമാണ്. ട്രഡീഷണൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്നു. ഗുണ്ട ആക്ട് പോലുള്ള ഒരു സംഗതി അവിടെ വരേണ്ട കാര്യമില്ല. കാര്യം കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് അവിടെ പൊതുവെ റെസ്ട്രിക്ഷൻ, ക്രിമിനൽ ഇഷ്യൂസ് കുറവാണ്. അതൊക്കെയാണ് അവർ മുൻപോട്ടേക്ക് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. അടുത്ത ഒരു വാർത്ത MP ലാഡ് സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ചില ദിവസങ്ങളിൽ പത്രത്തിൽ വാർത്ത കുറവായിരിക്കും, പെട്ടെന്ന് അനലൈസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ മറ്റു ചില ദിവസങ്ങളിൽ വാർത്ത കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ അനാലിസിസിന്റെ സമയത്തിലും കുറച്ച് വ്യത്യാസം വരും. MP ലാഡ് സ്കീം എന്ന് വെച്ചാൽ MP മാരുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീമാണ്. 5 കോടി രൂപയാണ് കിട്ടുക. അത് 2.5 കോടി എന്നിങ്ങനെ 2 തവണയായിട്ടാണ് കിട്ടുന്നത്. അപ്പൊ മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? മെമ്പേഴ്സിന് ഇത് ഡെവലപ്മെന്റൽ പ്രൊജക്ടിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇത് നോൺ ലാപ്സബിൾ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇറ്റ് ഇസ് നോൺ ലാപ്സബിൾ. ലോക്സഭ ഹാവ് ടു റെക്കമെൻഡ് ഡിസ്ട്രിക്ട് അതോറിറ്റീസ് projects in their Lok Sabha constituencies. Rajya Sabha MPs can spend in the state that has elected them to the house. ലോക്സഭ എംപിമാർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണെങ്കിൽ രാജ്യസഭ എംപിമാർക്ക് അവരുടെ സംസ്ഥാനത്തുടനീളം അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്കറിയാം നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് എനിവെയർ ഇൻ ദ കൺട്രിയാണ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അവർക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഈ ഫണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഡെവലപ്മെന്റൽ പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഈ പൈസ ഉപയോഗിക്കാം. അപ്പൊ ഇത് 3 ചോദ്യമായിട്ട് വരുന്ന ഡയമെൻഷനാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കും. ഇനി MP ലാഡ്സില് നമുക്കറിയാം ആ സ്കീം പ്രകാരം ഇത് നടപ്പിലാക്കുന്ന ആരാണ്? ഇത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്. MP റെക്കമെൻഡ് ചെയ്തു ഇത് നടപ്പിലാക്കുന്ന അതായത് ജില്ലാ കളക്ടർമാരാണ് MP ലാഡ് സ്കീംസ്. രാജസ്ഥാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ഫോർ ഗ്ലോബൽ ടെൻഡേഴ്സ് ബൈ സെന്റർ. ജനറൽ സ്റ്റഡീസ് 3-ലുള്ളതാണ്, എക്കണോമിയുടെ ഭാഗമാണ്. രാജസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞു അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു. സീക്കിംഗ് ഡയറക്ഷൻസ് ടു ദ സെന്റർ, സെന്ററിന് ഡയറക്ഷൻ കൊടുക്കണം ടു ഫ്ലോട്ട് ഗ്ലോബൽ ടെൻഡേഴ്സ് ഫോർ പ്രൊക്യൂറിംഗ് COVID-19 വാക്സിൻ. സെന്റർ ടെൻഡർ വിളിക്കുക, അപ്പൊ ചീപ്പായിട്ട് വാക്സിൻ കിട്ടും. എന്നിട്ട് സ്റ്റേറ്റ്സിന് അത് നൽകണം. സ്റ്റേറ്റ്സ് ആ കോസ്റ്റ് ബിയർ ചെയ്യുക. സ്റ്റേറ്റ് halted its vaccination exercise in the absence of sufficient number of doses. അവര് അടുത്ത കാലത്ത് വാക്സിനേഷൻ നിർത്തിവെച്ചു. അപ്പൊ ഗ്ലോബൽ ടെൻഡറിന്റെ പ്രത്യേകത എന്താണ്? അപ്പോ അത് ബിഡേഴ്സ് സ്റ്റേറ്റ് പലപ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഹയർ റേറ്റ്സ് വരും. എന്നാൽ സെൻട്രൽ ആയിട്ട് വരുമ്പോൾ റേറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറയും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ഓഫ് ബ്ലാക്ക് ഫംഗസ് ഡ്രഗ് ഗെറ്റ്സ് ഹൈക്കോർട്ട് നോട്ട്. ജനറൽ സ്റ്റഡീസ് 3 എക്കണോമിയിൽ വരുന്നതാണ്. ഒരു ബ്ലാക്ക് ഫംഗസ് രോഗമുള്ള ഒരാൾ, മ്യൂക്കറോ മൈക്കോസിസ് ഉള്ള ഒരാൾ, അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു ഗവൺമെന്റിന്റെ ഇടപെടൽ വേണം.
മൈക്കോസിസിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ അത് കാണണം. അത് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, അദ്ദേഹം ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം വളരെ വിശദമായിട്ട് അത് വിവരിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണുക. ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ എന്താണ്? Importer of the drug would have to furnish a bond stating they would pay the duty fees if the sender came to a decision that it would not allow any such waiver. The court observed that since the drug is currently in short supply, the sender should seriously consider waiving of the duty fees for the time being. ഇത്തരം മരുന്നുകൾക്ക്, ഈ ബ്ലാക്ക് ഫംഗസിനെതിരെയുള്ള മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കി കൊടുക്കണം എന്നതുകൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പേഷ്യന്റിന്റെ പ്ലീ എന്താണ്? അയാൾക്ക് ഈ ആംഫോടെറിസിൻ ബി എന്ന് പറയുന്ന മെഡിസിൻ അദ്ദേഹത്തിന് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ അതെന്ത് ചെയ്യണം? അത് അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് ഓർ ഫ്രണ്ടോ പുറത്ത്, ഡ്രഗ് വാസ് എക്സംപ്റ്റഡ് ഫ്രം ഡ്യൂട്ടി ഇഫ് സെൻഡ് ബൈ എ റിലേറ്റീവ് ഓർ ഫ്രണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രം എബ്രോഡ്. അപ്പൊ കൗൺസിൽ പറഞ്ഞ ഒരു കാര്യം, ഇത്തരത്തിലുള്ള കൺസൈൻമെന്റ്സ് അത് കസ്റ്റമേഴ്സ് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ്. ആംഫോടെറിസിൻ ബി ഇഞ്ചക്ഷൻ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് സീരിയസ് ആൻഡ് പൊട്ടൻഷ്യലി ലൈഫ് ത്രെട്ടനിങ് ഫംഗൽ ഇൻഫെക്ഷൻസ്. ഇറ്റ് ഈസ് ഇൻ എ ക്ലാസ് ഓഫ് മെഡിക്കേഷൻസ് കോൾഡ് ആന്റിഫംഗൽസ്. ഇറ്റ് വർക്ക്സ് by slowing the growth of fungi that cause infection. It is typically given by injection into vein. Amphotericin B was isolated from Streptomyces nodosus in 1955 and came into medical use in 1958. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിനിൽ പെടുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സിന്റെ GST റേറ്റും കുറച്ചിട്ടുണ്ട്. നേരത്തെ 28% 12% കുറച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്താണ്? ആർട്ടിക്കിൾ 286 പറയുന്നു, no states are allowed to impose tax on the purchase of sale of goods in the following: in the course of import of the goods into export of the goods the territory of India, every sale of purchase that is happening outside the state. Article 269 പറയുന്നു, the following taxes shall be collected by the central government by assigning it to the state government: taxes on properties other than agricultural land, taxes on railway fares and freights, tax on goods and passengers carried by the sea, air or railways, taxes on stamp duties on transaction in stock exchanges, estate duty on property other than agricultural land, taxes on consignment of goods, taxes on sale or purchase of goods other than newspapers. ഇതൊക്കെ ആ പ്രൊവിഷനിൽ വരുന്ന ലീഗൽ പ്രൊവിഷൻ എന്താണ്? പേഴ്സണൽ യൂസ്. അത് ഫോറിൻ ട്രേഡ് പോളിസി പ്രകാരം അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ഓഫ് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സ് ലോ ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പാൻഡമിക് ഒക്കെ വരുമ്പോൾ ഗവൺമെന്റ് നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളത്. അടുത്തത് പേജ് 9 സുപ്രീം കോടതി ഹാഡ് കോഷൻഡ് ഗവൺമെന്റ് ഓൺ പ്രൈവസി എന്നുള്ളതാണ്. ജനറൽ സ്റ്റഡീസ് 3 ഇന്റർണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ കോടതിയിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയാസ് എല്ലാം ഒരു സോഴ്സ് ഓഫ് പോണോഗ്രഫി ആയി മാറും. പീഡോഫിൽസ് സോഷ്യൽ മീഡിയ ബിഗ് വേ യൂസ് ചെയ്യും. ക്രിമിനൽസ് വെപ്പൺസ് വേണ്ടി, ഡ്രഗ്സിന് വേണ്ടി ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. വയലൻസ് ഷെയർ ചെയ്യപ്പെടും. അപ്പോ കോർട്ട് ഈവൻ ഫെൽറ്റ് ദാറ്റ് സം മെസ്സേജസ് ഓൺ സോഷ്യൽ മീഡിയ മേ ഈവൻ ത്രെറ്റ് നാഷണൽ സോവറിനിറ്റി. എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തിന്റെ പൊതുവായ താല്പര്യത്തിന് വിഘാതമാണിത്. സുരക്ഷിതത്വത്തെ പോലും സോഷ്യൽ മീഡിയയിലെ ചില കണ്ടന്റുകൾ ബാധിക്കുന്നുണ്ട്. It warned that de-encryption, if easily available, could defeat the fundamental right to privacy. എന്നാൽ നമ്മള് ഇപ്പൊ മെസ്സേജ് അയച്ചത് ആരാണ്? അപ്പൊ എൻക്രിപ്റ്റഡ് മെസ്സേജ് ആണല്ലോ നമ്മളിപ്പോ വാട്സപ്പിലേക്ക് അയക്കുന്നത്. അപ്പൊ ഡി എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ ആരാണ് ഇത് അയച്ചതെന്ന് അറിയാൻ പറ്റും. അത് റീഡ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അത് റൈറ്റ് ടു പ്രൈവസിയിലുള്ള ഒരു ചോദ്യമാണെന്നുള്ള ഒരു നിഗമനവും കൂടി കോടതി വെക്കുന്നു. അപ്പോ ഈ ട്രേസബിലിറ്റി വന്നാൽ തന്നെ അത് റെസ്ട്രിക്ട് ചെയ്യണം. സ്പെസിഫിക് സർക്കംസ്റ്റൻസസ്, പ്രത്യേക സാഹചര്യത്തിൽ മാത്രം എന്നുള്ളത് വരിക.
അപ്പോൾ പക്ഷെ ഗവൺമെന്റ് അതല്ല പറഞ്ഞത്. ഇത് എവിടുന്നാണ്, ഈ മെസ്സേജ് എവിടുന്നാണ് ആരംഭിച്ചത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടും അറിയണം എന്നുള്ളതാണ് പറഞ്ഞത്. ഈവൻ ലീഗൽ യൂസേഴ്സ് ആൻഡ് ദെയർ മെസ്സേജസ് വുഡ് ബി അണ്ടർ വാച്ച്. സുപ്രീം കോടതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു പുട്ടസ്വാമി കേസിൽ. Essential role of the test or proportionality is to enable the court to determine whether a legislative measure is disproportionate in its interference with the fundamental right of personal liberty എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ്? In determining this, the court will have regard to whether a less intrusive measure could have been adopted. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് കോടതി ആരായുന്നുണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റിന് മേലെയുള്ള ഒരു കുതിരകയറ്റം ഉണ്ടാവാത്ത രീതിയിൽ. കാരണം റൈറ്റ് ടു പ്രൈവസി എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നാണ് പുട്ടസ്വാമി കേസിൽ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. മമത, അത് സൈക്ലോൺ യാസ് വഴിയുള്ള ഡാമേജ്, അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭാഗമായിട്ട് വരും. നമുക്കറിയാം GS3 ഒരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ സൈക്ലോൺ യാസ് കോസ്റ്റൽ ഏരിയാസിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് ദുവാർ ത്രാൻ എന്ന് പറയുന്ന ഒരു റിലീഫ് സ്കീം, ഡോർട്ടപ്പ് റിലീഫ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപ്രകാരം 1000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കോസ്റ്റൽ ഏരിയയിൽ നമുക്കറിയാം അണ്ടർ വാട്ടറിലാണ് പല ഏരിയയും. പൂർവ്വ മിഡ്നാപൂർ, സൗത്ത് പരാഗ്നാസ് എല്ലാം തന്നെ. കമ്പൈൻഡ് എഫക്ട് ഓഫ് ദ സൈക്ലോൺ ആൻഡ് ദ ഫുൾ മൂൺ tide resulted in overflowing a breach of embankments. അപ്പോ ഇതുകൊണ്ടൊക്കെയാണ് ഈ അവിടെ വെള്ളം കൂടിയത്. സൈക്ലോൺ മാനേജ്മെന്റ്, അത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞങ്ങൾക്കൊരു മെയിൻ്റെ ഒരു നല്ല എസ്സേ എഴുതാനുള്ള കണ്ടന്റ് അബ്സല്യൂട്ടിന്റെ ഇന്നത്തെ ഈ മെറ്റീരിയലിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വേണം നിങ്ങൾ ഹിന്ദു അനാലിസിസ് പോവേണ്ടത്. വളരെ ആഴത്തിൽ വേണം ഹിന്ദു പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി നമ്മളത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 2005 കൺട്രി ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ ലോസ് ടു സെറ്റപ്പ് കോൾഡ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അപ്പൊ എന്താണ് ഈ ഡിസാസ്റ്റേഴ്സിന്റെ ഇമ്പാക്ട് കുറയ്ക്കുക, അതായിരുന്നു ഉദ്ദേശം. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് നമ്മൾ തുടങ്ങി. അതൊരു സ്പെഷ്യലൈസ്ഡ് കോർപ്സ് ആണ്. ഒരു ട്രെയിൻഡ് മെൻ ആൻഡ് വുമൻ ഫോക്കസ്ഡ് ഓൺ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് സൈക്ലോൺസ്, എർത്തിക്വെയ്ക്ക്. ഇതിലിപ്പോ 25,000 ആളുകളുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ആൻസറിൽ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യം. സ്ട്രക്ചറൽ, നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? സൈക്ലോൺ ഷെൽട്ടേഴ്സ് ആരംഭിച്ചു പലയിടത്തും. അതുപോലെ സൈക്ലോൺ റെസിസ്റ്റന്റ് ബിൽഡിംഗ് തുടങ്ങി. റോഡ്, കൾവേർട്സ്, ബ്രിഡ്ജസ്, കനാൽസ്, സലൈൻ എംബാങ്ക്മെന്റ്സ്, സർഫസ് വാട്ടർ ടാങ്ക്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പവർ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്സ്, ഇവയെല്ലാമാണ് സ്ട്രക്ചറൽ മെഷേഴ്സ്. നോൺ സ്ട്രക്ചറൽ മെഷേഴ്സിൽ വരുന്നത് ഏർലി വാർണിംഗ് സിസ്റ്റം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം കൊണ്ടുവരുന്നു. അപ്പൊ ആളുകളെ നമുക്ക് പെട്ടെന്ന് മാറ്റി പാർപ്പിക്കാൻ പറ്റും. കോസ്റ്റൽ സോണിന്റെ ഒരു മാനേജ്മെന്റ്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കും. പോസ്റ്റ് സൈക്ലോൺ ഇഷ്യൂസ് ഇൻ സൈക്ലോൺ മിറ്റിഗേഷൻ. നമ്മൾ പലപ്പോഴും പോസ്റ്റ് പ്ലാനിങ്ങിലേക്കാണ് പോകുന്നത്, പ്രീ പ്ലാനിങ്ങിലേക്കാണ്. അപ്പൊ അതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സൈക്ലോണിന് മുമ്പ് തന്നെ പ്ലാനിങ് വേണം. പോപ്പുലേഷനാണ് മറ്റൊരു വലിയ പ്രശ്നം. 1/3 പോപ്പുലേഷൻ കോസ്റ്റൽ ഏരിയയിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ഈ എസ്ഐയിലൊക്കെ ഉറപ്പായിട്ടും വരേണ്ട ഒരു പോയിന്റ് ആണിത്. പലരും മാർജിനലൈസ്ഡ് ആണ്, ഇൽ പ്രിപ്പയർഡ് ആണ്. ദേ ആർ നോട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ദ ഡിസാസ്റ്റർ. പുവർ റെസ്പോൺസ് ആണ് മറ്റൊരു വലിയൊരു കാര്യം. കൺസേൺഡ് ഏജൻസീസിനോടൊക്കെ the warning of a cyclone is not properly communicated between the concerned agencies. അപ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ല ഗവൺമെന്റ് ഏജൻസീസ് തമ്മിൽ. അവയർനെസ് ഒരു വലിയ പ്രശ്നമാണ്. ആളുകൾക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡോ ഡിസാസ്റ്ററോ അറിയില്ല. അപ്പൊ അത് വന്നതിന് ശേഷം മാത്രമേ അവര് മനസ്സിലാക്കുന്നു. കോർഡിനേഷൻ ഇഷ്യൂസ് ഒരു വലിയ പ്രശ്നമാണ്. ഒറീസ ഒരു സക്സസ് മോഡലാണ്, നമുക്ക് കേസ് സ്റ്റഡി ആയിട്ട് കൊടുക്കാം. അവിടെ അവർ ചെയ്തത്, ഒറീസയിൽ ഒരു റിലീഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, 900 സൈക്ലോൺ ഷെൽട്ടേഴ്സ് ഉണ്ടാക്കി, വൾണറബിൾ പോക്കറ്റ്സിൽ ആക്യുറേറ്റ് ഏർലി വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പൊ നേരെ ആളുകളോട് പറയാൻ പറ്റും. ക്ലിയർ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഉണ്ടാക്കി. 2.6 മില്യൺ ടെക്സ്റ്റ് മെസ്സേജസ് ആണ് ലോക്കൽസിന് അയക്കുന്നത്, ലോക്കൽ ലാംഗ്വേജ്. അത് സൈക്ലോൺ ഫാനിയുടെ സമയത്താണ്. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് പെട്ടെന്ന് അലർട്ട് കിട്ടി അവിടുന്ന് മാറാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നു. എഫക്റ്റീവ് കോർഡിനേഷൻ ഗ്രൂപ്പ്സിനെ ഡെവലപ്പ് ചെയ്യും. അതുപോലെ നാച്ചുറൽ ഡിഫൻസസ്, മാൻഗ്രൂവ്സ് ഒക്കെ നട്ടുവെച്ചു. നമുക്ക് കണ്ടൽ കാടുകൾ, സൈക്ലോൺസിനെയൊക്കെ ഒരു പരിധിവരെ അതിജീവിക്കാൻ ഇത് ഗുണകരമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ വന്നത് വളരെ പോസിറ്റീവായിട്ട് സഹായകരമാണ്. സെൻഡായ് ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ
risk reduction is the first major requirement of the post-2015 developmental agenda, with even targets and 4 priorities of action. അപ്പോൾ ഈ സെൻഡായി ഫ്രെയിംവർക്കിൽ എന്താണ് വരുന്നത്? വോളണ്ടറി ആൻഡ് നോൺ ബൈൻഡിങ് എഗ്രിമെന്റ് ആണ്. അത് പ്രകാരം സ്റ്റേറ്റ് ഹാസ് ദ പ്രൈമറി റോൾ ടു റെഡ്യൂസ് ഡിസാസ്റ്റർ റിസ്ക്, ബട്ട് ദ റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ഷെയർഡ് വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ലോക്കൽ ഗവൺമെന്റ്, പ്രൈവറ്റ് സെക്ടർ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സൈക്ലോൺ ഡിസാസ്റ്റേഴ്സ്, ആംഫൻ, ഫാനി ഒക്കെ നമ്മളൊരു നല്ല എക്സാമ്പിള് ചൂണ്ടിക്കാണിച്ചു. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ട് സീറോ കാഷ്വാലിറ്റി പോളിസി പിൻ പോയിന്റ് ചെയ്തു. IMDയുടെ എയർലി വാർണിംഗ് സിസ്റ്റം ഒക്കെ ഗുണകരമായി. എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇപ്പൊ നിങ്ങൾ കണ്ടു. നമ്മൾ മെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഏരിയാസ് വളരെ ആഴത്തിൽ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വെറുതെ ഓടിച്ചു വിട്ടു പോകുന്ന ഒരു രീതിയല്ല, പഠിച്ചു തന്നെയാണ്. ഇനി എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് വരുമ്പോൾ നോക്കൂ, ജനറൽ സ്റ്റഡീസ് 2 പൊളിറ്റി ആൻഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ. സ്പീച്ച് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് എ ഫ്രീഡം ദാറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നുള്ള എഡിറ്റോറിയലാണ്. ഫ്രീഡം ഉണ്ട്, പക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. റെസ്പോൺസിബിൾ സ്പീച്ച് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ അബ്യൂസ്, ഡിഫമേഷൻ or incitement to violence എന്നുള്ളതാണ്. It is increasingly seen as expressions that tends not to discriminate against or incite hatred towards groups based on race, gender, caste, religious belief, sexual orientation, nationality or immigration status. പലപ്പോഴും ഹൈറ്റ് സ്പീച്ച് നടക്കുന്നുണ്ട്, പല തരത്തിലാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെയുള്ള ഹൈറ്റ് സ്പീച്ച് ചിലപ്പോഴാണ്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്ത്രീകൾക്കെതിരെ, അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ എതിരെ, അവര് ഏത് റേസിൽ പെടുന്നു, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഫ്രീ സ്പീച്ച് ഡോക്ട്രിനിൽ എന്താണ് വരുന്നത്? വേൾഡ് ഹാസ് മൂവ്ഡ് അവേ ഫ്രം ദ ഫ്രീ സ്പീച്ച് ഡോക്ട്രിൻ ബേസ്ഡ് ഓൺ ഫോർമൽ ഇക്വാലിറ്റി എമംഗ് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ടു വൺ ദാറ്റ് ഡിസ്കറേജസ് ദ ടാർഗറ്റിംഗ് ഓഫ് എനി വൾണറബിൾ സെക്ഷൻ. ഏതെങ്കിലും ഒരു ഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതി, അതിൽ നിന്ന് അത് ശരിയായ നടപടിയല്ല എന്ന് ലോകം ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഹെയ്റ്റ് സ്പീച്ച്, അതിനെതിരെ നേരിടാൻ ലോ ഇന്ന് വരികയാണ്. ഇപ്പൊ യൂണിയൻ ഹോം മിനിസ്ട്രി എന്ത് ചെയ്തു? അതൊരു നിയമമാക്കി മാറ്റുകയാണ്. ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ക്രിമിനൽ ലോയുടെ ഭാഗമാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അപ്പൊ ഹെയ്റ്റ് സ്പീച്ച് മേ ഓർ മെ നോട്ട് യൂസ്ഡ്. പക്ഷെ പാനൽ ഫിക്സ് ചെയ്യുന്ന റെക്കമെൻഡേഷൻസ് അത് ലോ കമ്മീഷൻ എക്സ്പെർട്ട് കമ്മിറ്റി TK വിശ്വനാഥൻ ഹെഡ് ചെയ്യുന്ന കമ്മിറ്റിയാണ്. അതിൽ 2 സെക്ഷൻ കൂട്ടിച്ചേർക്കുന്നു, 153C-യും 505A-യും. 153C പറയുന്നത് സ്പീച്ച് ദാറ്റ് ഗ്രേവ്ലി ത്രെട്ടൻസ് എനി പേഴ്സൺ ഓർ ഗ്രൂപ്പ് വിത്ത് ഇന്റൻഷൻ ഓഫ് കോസ് ഓഫ് ഫിയർ ഓർ അലാം. ഏതെങ്കിലും തരത്തിൽ അയാളെ ഭീഷണിപ്പെടുത്തുകയോ പേടിപ്പിക്കുകയോ വയലൻസിന് കാരണമാവുകയോ ചെയ്യുന്നവർക്ക് 2 വർഷത്തെ തടവ് കൊടുക്കാൻ പോവുകയാണ്. നല്ല കാര്യമാണ്. കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുമാത്രം വൃത്തികേടുകളാണ് വരുന്നത്. ആളുകൾക്ക് ഒരു മര്യാദയും ഇല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് പലപ്പോഴും കാണും. On the other hand, proposes punish speech or writing that causes fear or alarm among the group. ആളുകളിൽ പേടി സൃഷ്ടിക്കുന്ന, അത് ഭീഷണി സൃഷ്ടിക്കുന്ന, വയലൻസ് സൃഷ്ടിക്കുന്ന, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? റേസ്, റിലീജിയൻ, ജെൻഡർ, സെക്ഷൽ ഓറിയന്റേഷൻ, പ്ലേസ് ഓഫ് ബർത്ത് ഓർ ഡിസബിലിറ്റി, അതിന്റെ പക്കൽ സൃഷ്ടിക്കുന്ന ആളുകൾക്കും തടവ് ശിക്ഷ ലഭിക്കും. അപ്പോ കമ്മിറ്റി ഫോർ റിഫോംസ് ഓഫ് ക്രിമിനൽ ലോസ് അട്രാക്റ്റഡ് ക്രിറ്റിസിസം. ഇതില് കഴിഞ്ഞ വർഷം അവര് ക്രിറ്റിസിസം വന്നിരുന്നു. കാരണം ഇത് വലിയ കൺസൾട്ടേഷൻ ഒന്നും കൂടാതെ വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്നത് ഇത് ഇൻക്ലൂസീവ് അല്ല. പിന്നെ മാത്രമല്ല, ഇത് ഈ പാൻഡമിക്കിന്റെ സമയത്ത് ഇത് നടപ്പിലാക്കേണ്ട കാര്യമുണ്ട്, ഇത് നീട്ടിവെക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോ വിമർശിക്കുന്നവരെ എല്ലാം ഏതെങ്കിലും IT ലോസിന്റെ ഭാഗമായി ഒഴിവാക്കാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൂടി ഇവിടെ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നു. അതുപോലെ സെക്ഷൻ 66A IT ആക്ടില് അത് പറയാം, ഇറ്റ് മേ ബി റീകോൾ. അതെന്താണ്? വാസ് സ്ട്രക്ക് ഡൗൺ ദ സുപ്രീം കോർട്ട് by the Supreme Court because it failed to define some terms that sought to criminalize offensive or annoying messages. അപ്പൊ അതെന്താണെന്നുള്ളത്, ഈ ഒഫൻസീവ് മെസ്സേജസ് എന്താണെന്നുള്ളത് ക്ലിയർലി ആ നിയമത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് അത് ചിലപ്പോൾ പിൻവലിച്ചേക്കും. 2015 ശേഷം ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള ഒഫൻസീവ് മെസ്സേജസിനെതിരെയൊക്കെയുള്ള ലോസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹേറ്റ്രഡ് അത് ഒരു ത്രെട്ടാണ്. അത് പബ്ലിക് ഓർഡറിന് മാത്രമല്ല, അത് ഫ്രീ ഓഫ് സ്പീച്ചും
എല്ലാമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ അതൊരിക്കലും ഫ്രീ ഓഫ് സ്പീച്ച്, അത് ആ ഒരു അവകാശത്തിന് കളങ്കം ചാർത്തുന്നതാവരുത് എന്ന് കൂടി ആവശ്യപ്പെടുന്നു. 9-pin ബൗളിംഗ് എയിംഡ് അറ്റ് ഫ്രീ സ്പീച്ച് പ്രൈവസി. GS2-ലേതും അത് തന്നെയാണ്. ഇന്ത്യൻ ലോ ഷേപ്പ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, പുതിയ ചർച്ചകൾ വരുന്നു. ആ ലോസിലെല്ലാം തന്നെ അംബിക്വിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. ഇന്റർമീഡിയറി ഗൈഡ് ലൈൻസ് വരിക, ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഴ്സ്. ഇത് കൃത്യമായിട്ടും കാര്യങ്ങൾ ഗൈഡ് ചെയ്യണം. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ സുപ്രീം കോടതി എടുക്കുന്നത് KS പുട്ടുസ്വാമി കേസാണ്. അപ്പൊ ആ കേസിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, the rule must be credited for they may mandate duties such as removal of non-consensual intimate pictures within 24 hours. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് കംപ്ലൈന്റ്സ് റിപ്പോർട്ട്സ് ടു ഇൻക്രീസ് ട്രാൻസ്പെറൻസി. ആളുകളെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഫോണിൽ നിന്നോ മറ്റോ ഒക്കെ ലീക്ക് ചെയ്തു പോകുന്ന ചിത്രങ്ങളായിരിക്കാം. അത് പല വെബ്സൈറ്റുകൾ പബ്ലിഷ് ചെയ്യും. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നീക്കം ചെയ്യാൻ ഒരു അതോറിറ്റിയെ വെക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞത് 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. സെറ്റിംഗ് അപ്പ് ഓഫ് എ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം അവരാവശ്യപ്പെടുന്നുണ്ട്. കണ്ടന്റ് റിമൂവലിനും ലേബൽ ടു ഇൻഫർമേഷൻ ഫോർ യൂസേഴ്സ് നോ വെദർ ദി കണ്ടന്റ് ഈസ് അഡ്വർടൈസ്ഡ്, ഓൺഡ് ഓർ സ്പോൺസേർഡ് ഓർ എക്സ്ക്ലൂസീവ്ലി കൺട്രോൾഡ്. ഇത് ഇവർക്ക് തിരിച്ചറിയാൻ. അപ്പോ അതുമായി ബന്ധപ്പെട്ട് 2-3 കേസസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഫ്രീഡം ടു സർക്കുലേറ്റ് വൺസ് യൂസ്, അത് ഏതൊരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ലൈഫ് ലൈൻ ആണ് എന്നാണ് സുപ്രീം കോർട്ട് ദി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് പ്രൊഫസർ മനുഭായ് ഡി ഷാ കേസിൽ വിധിച്ചിട്ടുണ്ട്. അപ്പോ ബിസിനസ് റൂൾസിലും ഇത് ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്ന മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് പല റൂൾസും ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പോ ഡിജിറ്റൽ മീഡിയ എത്തിക്സുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമനിർമ്മാണം വരേണ്ടിയിരിക്കുന്നു. പ്രൈവസി ഇഷ്യൂസ് അതിനെ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഈ ത്രെട്ട്, നാഷണൽ സെക്യൂരിറ്റിക്കുള്ള ത്രെട്ടും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഫേക്ക് ന്യൂസ് ഒരു സൈഡിൽ വരുന്നുണ്ട്, അത് മാറ്റപ്പെടണം, അവ റിമൂവ് ചെയ്യപ്പെടണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ട നിയമത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾ ശരിയായ തരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അവര് തെറ്റായിട്ടുള്ള വാർത്തകളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാല്, ഈ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഹൈലി പെയ്ഡഡ് ആയിട്ട് അവർക്ക് ഓരോരുത്തർക്കും അനുകൂലമായ ന്യൂസ് പുറത്തുവിടുന്ന ഒരു ഏർപ്പാട്. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ ഗുഡ് തിങ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചുകൂടെ ചർച്ച ചെയ്യും. അപ്പൊ നമ്മളിപ്പോ 2 ഡയമെൻഷൻ കഴിഞ്ഞു. മെയിൻ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഡയമെൻഷൻ നടന്നു. ഒപ്പം എഡിറ്റോറിയലിന്റെ ഒരു അനാലിസിസിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി. ഇനി പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. പ്രാക്ടീസ് ക്വസ്റ്റ്യനില് പിറ്റി ഐലൻഡ്സ് ബേർഡ് സാങ്ച്വറി അതെവിടെയാണ് എന്നുള്ളതാണ്. ലക്ഷദ്വീപ് ഐലൻഡ്സിലാണ്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തകൾ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പിറ്റി ഐലൻഡ് ബേർഡ് സാങ്ച്വറി ഒരുപക്ഷെ പലർക്കും അറിയാത്ത ഒരു സംഗതിയാണ്. അത് ലക്ഷദ്വീപിലാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ് ടു ഹെൽത്ത് കംസ് അണ്ടർ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 21-ലാണ് റൈറ്റ് ടു ഹെൽത്ത് വരുന്നത്. ഈ പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ പല ആളുകളും കോടതിയെ സമീപിച്ചു, ബ്ലാക്ക് ഫംഗസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പൊ അത് ആർട്ടിക്കിൾ 21-ന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അമോഫറിൻ ബി ഇഞ്ചക്ഷൻ എന്ത് ട്രീറ്റ്മെന്റിനുള്ളതാണ്? മിക്രോമൈക്കോസിസിനുള്ളതാണ്. നമ്മൾ ഇന്ന് കണ്ടതാണ്. ഒപ്പം ഡുവാർട്രാൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിന്റെ സ്കീമാണ്? അത് വെസ്റ്റ് ബംഗാൾ കൊണ്ടുവന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്കീമാണ്. MPLAD is a central sector scheme in each year MPs receive 5 crore in 2 installment of 2.5 crore each. It comes under the control of Ministry of Statistics and Program Implementation. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. 2 ഓപ്ഷൻസും ശരിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഹിന്ദു വായിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും കിട്ടത്തില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഹിന്ദു വായനയിൽ ആവശ്യം. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ്നെസ്സോടുകൂടി ഈ പുതിയ പാറ്റേണിലുള്ള അബ്സല്യൂട്ടിന്റെ അനാലിസിസ് കാണുക. ഈ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ, നിങ്ങൾ അംഗങ്ങളായിരിക്കുന്ന സിവിൽ സർവീസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ വിവരം പങ്കുവെക്കുക. അവർക്കെല്ലാം ഇത് പ്രയോജനപ്രദമാവട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഒപ്പം പ്രിലിം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നമ്മുടെ ഒരു ടെസ്റ്റ് സീരീസ് കൂടി ഇപ്പോൾ ആരംഭിക്കുന്നു. 15-ാം തീയതി മുതൽ ആ ടെസ്റ്റ് സീരീസ് ആരംഭിക്കുകയാണ്, ജൂൺ 15. മലയാളം ഓപ്ഷണലിന്റെ റൈറ്റിംഗ് പ്രാക്ടീസും 6-ാം തീയതി മുതൽ ആരംഭിക്കുന്നു. അതുപോലെ മലയാളം ഓപ്ഷണൽ ക്ലാസ് 1-ാം തീയതി ആരംഭിക്കുന്നു. അബ്സല്യൂട്ടിൽ പുതിയ ബാച്ചും 1-ാം തീയതി ആരംഭിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.